ഉടുപ്പ് ഇഷ്ടപ്പെട്ട കളറല്ലേ ഇത്? അയ്യോ ഇത് കലക്കി ഡ്രസ് കലക്കി. സൂപ്പർ സൂപ്പർ. മക്കളെ വേറെ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. അങ്കിളിന് സുഖാണോ? ആ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഖ ദുഃഖ സംരക്ഷണം പോരെ? ഏത് പാട്ടാ പാടുന്നേ? ഞാൻ ഇന്ന് പാടാൻ പോകുന്ന കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ മറക്കാൻ. ആ ഏതോ ഒരു തുമ്പത്തിരുന്നാ പാടുന്നല്ലയോ? ആ ഇതാണോ? ആ അതെ. അതൊക്കെ തുമ്പത്താണ്. സിനിമയുടെ പേരെന്താ? തുമ്പത്ത്. പക്ഷെ അങ്ങനെ മറക്കാൻ പോവാൻ കുരുന്നിലേക്ക് ആകുമോ? ആ. ആകുമോ? ആ. പറ്റും. ഓക്കെ. ആരാ അഭിനയിച്ചേ? അഭിനയിച്ചത് നയൻതാര, മോഹൻലാൽ അങ്കിൾ. മോഹൻലാൽ അങ്കിൾ. മോഹൻലൈല. കറക്റ്റല്ലേ? കറക്റ്റാ, മോഹൻലൈലയാ. എനിക്ക് തോന്നുന്നില്ല ഇന്ന് ആരും ആ ഒരു പേര് തെറ്റിച്ച് പറയൂ. ആ ഒരു പേര് എന്താണ് തെറ്റിച്ചാലും. അപ്പൊ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ലൈലാട്ട ലൈലട്ടാ. അപ്പൊ മോഹൻ ഒന്ന് കട്ട് ചെയ്തിട്ട് പറഞ്ഞു മോളെ മോഹൻ ലൈല അങ്കിളിനെ. അല്ല ലാലേട്ടനെന്ന് പറഞ്ഞു. ലാലേട്ടൻ. അത് കറക്റ്റാ. മോഹൻലാലേട്ടൻ. അവിടെ വരുമ്പോ മോഹൻലൈല. മോഹൻലാലേട്ടൻ. ഐറിസ് കുട്ടിക്ക് 2 ടെൻഷൻ ആയിരുന്നേ ഇങ്ങോട്ട് കേറുന്നതിന് മുമ്പ്. ഞാൻ ചോദിച്ചപ്പോ ഒന്ന് ഫസ്റ്റ് ടെൻഷൻ ഗ്ലും വരുവോ എന്നുള്ളായിരുന്നു. ദൈവാധീനം കൊണ്ട് ഗ്ലും വന്നില്ല. രണ്ടാമത്തെ ടെൻഷൻ അതാണ് എന്നെ ഞെട്ടിച്ചത്. ഒരു കുഞ്ഞു മനസ്സിലൂടെ ഉടലെടുക്കാവുന്ന ഒരു ടെൻഷൻ 100 കിട്ടുമോ? ദൈവാധീനം കൊണ്ട് 100 കിട്ടോ? ശരിയല്ലേ? ഈ 2 ടെൻഷൻ വല്ലാണ്ട് അലട്ടിയിരുന്നു അല്ലേ? ഇവിടെ ഭയങ്കര ഗസിംഗാണ്. അതെ അതെ അതെ. ഇവിടെ എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും 40-ന്റെ 50-ന്റെ ഇടയ്ക്ക് ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കും. ആ ചേച്ചി കറക്റ്റ് എന്നെ വെല്ലു വിളിച്ചു. ഓക്കെ 30-നും 40-നും ഇടയിൽ ചിന്തിക്കൂ. 30-നും 40-നും ഇടയിൽ ഞാൻ ചിന്തിച്ചു. അതെന്നെ മനസ്സ് പതറി. ഇല്ല ചിന്തിച്ചു. അങ്ങനെന്തോ അത് മനസ്സ് ഡിസ്റ്റർബ് 34, 35, 36 വന്നു. അതിന്റെ അകത്തൊന്ന് കണ്ടുപിടിക്കണം. അതല്ലല്ലേ? ആണോ? 34, 35, 36 വന്നു. ലാസ്റ്റ് വന്ന് കിടക്കുന്ന 30 ഫസ്റ്റ് വന്ന 34, 35 ആയിരുന്നു. ഞാൻ ഒന്ന് ഡേഞ്ചറോട് പറയട്ടെ, അല്ലെങ്കിൽ തെറ്റാന്ന് ശരി ശരി പറ. 34 അല്ല പിന്നെ 35 ഞാൻ 36 അല്ല അങ്ങനെ പറയല്ല. വേണമെങ്കിൽ 39 പറയാലോ, 31 പറയാലോ. അടുത്തൊരു ചാൻസ് ഇതാ. ഞാൻ വിചാരിച്ചു മനസ്സിൽ 60-നും 70-നും ഇടയിൽ വിചാരിച്ചു. 60-നും 70-നും ഞാൻ വിചാരിച്ചു 66, 67, 68 വന്നു. അതിന്റെ അകത്തുനിന്ന് എനിക്ക് മനസ്സിൽ ഫസ്റ്റ് വന്നത് 68ആണ്. 66, 67. പക്ഷെ എന്നാലും 66, 67, 68 കണ്ടുപിടിച്ചു. അപ്പൊ എന്തായാലും മോളെ കണ്ടുപിടിച്ചു കേട്ടോ. റിമി മോള് കണ്ടുപിടിച്ചു. അതായത് 100-100 ഗ്ലും വരുമോ എന്നുള്ളത് മാത്രമായിരുന്നു ടെൻഷൻ. അതുകൊണ്ട് ഇപ്പൊ ഇത്രയും പോയി, അത്രേ ഉള്ളൂ. എന്നാലും ഞാൻ ഏകദേശം ഗസ് ചെയ്തേ. ഏകദേശം കുറച്ച് നിങ്ങൾ സംശയിച്ചു. എന്റെ കഴിവിനെ നിങ്ങൾ ഡൗട്ട് അടിച്ചു. ചക്കരെ നിന്നെയല്ല കുഞ്ഞക്കരെ നല്ല രസമായിട്ട് പാടി. കാരണം നല്ല ടഫായിട്ട് നല്ല ഫീൽ കൊടുത്തൊന്ന് പാടേണ്ട പാട്ടാ. ഒരു വലിയ ചേച്ചി കുഞ്ഞായിട്ട് നിന്ന് പാടുന്ന പോലെ എനിക്ക് തോന്നി. ഒന്ന് അതിന്റെ ഒരു യാതൊരു ടെൻഷൻ വളരെ കൂളായിട്ട് തലയൊക്കെ ചെരിച്ച് പിടിച്ച് കൊഞ്ചി കൊഞ്ചി വീരിക്കുന്ന കാറ്റ് എന്ത് സിമ്പിൾ ആയിട്ട് പാടിക്കഴിഞ്ഞു. എത്ര ടഫാണ് ഇതിന്റെ ആ ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ. മോള് അപ്പൊ എന്ത് രസമായിട്ട് പാടി. റമി മോള് പറഞ്ഞതുപോലെ ഒരിക്കലും 100-ന് വേണ്ടി പാടരുത്. അതുപോലെ ഗ്ലും വരുമോ, എനിക്ക് ശരിയാകുമോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയരുത്. ഈ മനസ്സിൽ ഇതുപോലത്തെ ചിന്തകൾ വരുമ്പം പാട്ടിൽ നിന്ന് മാറിപ്പോവും. നമുക്ക് എന്ത് വേണേ വരട്ടെ, 50 മാർക്ക് കിട്ടിയാലും സന്തോഷം. നമ്മൾ നന്നായിട്ട് പാടാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത പാട്ട് അങ്ങനെ ഇതിങ്ങനെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.